റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ഒരു ലോഹം വെള്ളവുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് പൊട്ടാസ്യം നോക്കാം. പൊട്ടാസ്യം വിത്ത് വാട്ടർ. പൊട്ടാസ്യം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, വാട്ടർ H2O. അതിനകത്തേക്ക് നമ്മൾ പൊട്ടാസ്യം ഇടുകയാണ്, K+. ക്ലിയർ? എന്നിട്ട് നമ്മൾ കുറച്ച് ഫിനോഫ്തലീൻ അതിനകത്തിട്ടുണ്ട്, കുറച്ച് തുള്ളി ഫിനോഫ്തലീൻ. ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ. ഇറ്റ് ഷോസ് പിങ്ക് കളർ ഇൻ ആൽക്കലി ബേസ്. ബേസിൽ, അതായത് ആൽക്കലി ആണെങ്കിൽ എന്തുണ്ടാക്കും? പിങ്ക് കളർ അതുണ്ടാക്കും. നമ്മൾ പൊട്ടാസ്യം ഇടുമ്പോൾ പൊട്ടാസ്യം വാട്ടറുമായി പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, KOH. ക്ലിയർ? ഇറ്റ് ഈസ് എ ബേസ്. അതൊരു ബേസ് ആണ്. അപ്പോൾ എപ്പോഴാണോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ വെള്ളം പിങ്ക് കളർ കാണിക്കും. എന്താണ് സാർ പറഞ്ഞത്? വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഫിനോഫ്തലിൻ ഇട്ടു, അപ്പോൾ ഒരു നിറവും കാണിക്കില്ല. പൊട്ടാസ്യം ഇട്ട് കഴിയുമ്പോൾ അത് കിടന്ന് ഇങ്ങനെ പ്രവർത്തിക്കും, അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. മനസ്സിലായോ? എല്ലാ ബേസുകളും ഫിനോഫ്തലിൻ ഇട്ട് കഴിഞ്ഞാൽ പിങ്ക് കളർ കാണിക്കും. അപ്പോൾ ബേസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിങ്ക് കളർ വരുന്നു. പിങ്ക് കളർ ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഓക്കെ, നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഇത്? കണ്ടു, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കുറച്ച് വെള്ളം എടുത്തു, അതിനകത്തേക്ക് എന്താണ് ഫിനോഫ്തലിൻ ഇട്ടു, അപ്പം നിറമൊന്നുമില്ല. നമ്മൾ പൊട്ടാസ്യം ഇട്ടപ്പോൾ, എപ്പോഴാണോ പൊട്ടാസ്യം ഇട്ടത്, പൊട്ടാസ്യം ഇങ്ങനെ ഓടിയിടുന്ന് കത്ത് പിടിക്കും. മനസ്സിലായോ? ഭയങ്കര റിയാക്റ്റീവ് ആണ് ആര്? പൊട്ടാസ്യം. ഇറ്റ്സ് വെരി റിയാക്റ്റീവ്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. So potassium react with water. Potassium is K plus H2O gives potassium hydroxide and hydrogen gas. This is potassium hydroxide. Okay. ഇതെന്താണ്? ഹൈഡ്രജൻ ഗ്യാസ്. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? പൊട്ടാസ്യം റിയാക്ട് വിത്ത് വാട്ടർ, വാട്ടർ H2O gives potassium hydroxide plus hydrogen. Clear? Okay. Formation of potassium hydroxide and hydrogen gas. എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ക്ലിയർ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് is soluble in water. Means ഇതെന്താണ്? വെള്ളത്തിൽ ലയിക്കും. Soluble in water. We can write in the ionic form. What is ionic form? Potassium K+ and OH minus. This is ion. Negative ion, positive ion. Clear? Hydrogen H+. Clear? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ K plus H2O നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഈ ആരോന്റെ ലെഫ്റ്റ് സൈഡ് ഗീവ്സ് KOH. നമ്മൾ അയോണുകളായിട്ട് എഴുതിയ K plus OH minus H2. നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, സാറിന് H+ എഴുതാൻ ഞാൻ അല്ലേ? ഓക്കെ, ആ ഡൗട്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലിയർ ചെയ്യാം. വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്? ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ചില പിള്ളേർ കാണുമ്പോൾ തന്നെ ഒന്നും മനസ്സിലായില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, വാട്ട് ആക്ച്വലി ഹാപ്പൻ? എന്താണ് സംഭവിക്കുന്നത്? അറിയാൻ ആഗ്രഹമില്ലേ? നോക്കാം. ദ പൊട്ടാസ്യം ലോസസ് ഇലക്ട്രോൺസ്. പൊട്ടാസ്യം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോഴും ക്ലിയർ ആയില്ല അല്ലേ? സർ, വേർ ദ ഇലക്ട്രോൺ ഗോസ്? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? പൊട്ടാസ്യം. ദിസ് ഈസ് പൊട്ടാസ്യം. നമുക്കറിയാം ഓൾ മെറ്റൽ ലോസസ് ഇലക്ട്രോൺസ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവരാണ് ആര്? മെറ്റൽസ്, ലോഹങ്ങൾ. നമ്മൾ പാർട്ട് 1 പഠിച്ചു. പൊട്ടാസ്യം ലോസസ് 1 ഇലക്ട്രോൺ, ബിക്കം പോസിറ്റീവ് അയോൺ പ്ലസ് 1 ഇലക്ട്രോൺ. ക്ലിയർ? ഇൻ ഹൈഡ്രജൻ H2O, it become OH minus plus H plus. Clear? This 1 electron accepted by hydrogen H plus and converted into H. അങ്ങനത്തെ രണ്ട് ഹൈഡ്രജൻ തമ്മിൽ ചേർന്ന് എന്തുണ്ടാവും?
H2 ഉണ്ടാവും. എന്താണ് പറഞ്ഞത്? Potassium loses 1 electron. In H2O, it is OH minus and H plus. The 1 electron losses by potassium is accepted by hydrogen, and the 2 hydrogen combine to form a hydrogen molecule. പൊട്ടാസ്യം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ആ ഇലക്ട്രോൺ വെള്ളത്തിലെ ഹൈഡ്രജൻ സ്വീകരിക്കുന്നു. അങ്ങനെ 2 ഹൈഡ്രജൻ, ഇതേപോലത്തെ 2 കുറേ ഉണ്ടാവുമല്ലോ, 2 ചേർന്ന് എന്തുണ്ടാവും? H2 ഉണ്ടാവും. ക്ലിയർ? സോ ദ ഹൈഡ്രജൻ ഇൻ ദ വാട്ടർ ടേക്സ് ദ ഇലക്ട്രോൺ. ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്? ഹൈഡ്രജൻ. സോ ദ മെറ്റൽ ലോസസ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഹൈഡ്രജൻ ഗെയിൻസ് ഇലക്ട്രോൺസ്. എന്താണ്? മെറ്റല് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു, ഹൈഡ്രജൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. The metal loses electrons and the hydrogen gains electrons. Clear? Electrons are transferred from one element to another. In other words, we can say that electrons are transferred from potassium to hydrogen. Electrons are transferred from potassium to hydrogen. One element to another. Clear? So, potassium എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. സോ ഇപ്പോൾ എന്തായി മാറി? പൊട്ടാസ്യം പ്ലസ് ആയിട്ട് മാറി. ക്ലിയർ? പൊട്ടാസ്യം ലോസസ് 1 ഇലക്ട്രോൺ and become potassium positive ion. Clear? Similarly, in H2O, it become OH minus plus H2. സോ ഇതൊന്നും ബാലൻസിങ് അല്ല, നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ 2 ഹൈഡ്രജൻ പ്ലസ് 1 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളൂ. ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഹൈഡ്രജൻ. നമ്മൾ ബാലൻസ് 2. യെസ്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജനായി, 2 ഹൈഡ്രജൻ ഉണ്ടോ? 2 മൊത്തം 4 ഹൈഡ്രജൻ. ഹിയർ ഇവിടെ 2, ഇവിടെ 2, മൊത്തം 4 ഹൈഡ്രജൻ. യെസ്, ബാലൻസ്ഡ്. ഓക്സിജൻ 2, ഇവിടെ 2, അതും ബാലൻസ്ഡ്. ക്ലിയർ? സിമിലർലി ഇപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാകണമെങ്കിൽ എത്ര ഇലക്ട്രോൺ സ്വീകരിക്കണം? 2 ഇലക്ട്രോൺ സ്വീകരിക്കണം. വേണ്ടേ? വേണം. പക്ഷെ ഇവിടെ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? ഇവിടെ 2. 2 ഇലക്ട്രോൺ വിട്ടു കൊടുക്കണമെങ്കിൽ 2 പൊട്ടാസ്യം ആറ്റങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം 2 ഇട്ടാൽ ശരിയാവില്ല. ഈ പൊട്ടാസ്യത്തിന് ഇവിടെയും 2 ഇട്ടു. ഒന്നുമില്ല, വെരി സിമ്പിൾ. 2 പൊട്ടാസ്യം 2 ഇലക്ട്രോണിന് വിട്ടു കൊടുക്കുന്നു. ക്ലിയർ? ആ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട്, കണ്ടോ, ആ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് വെള്ളം 2 ഇലക്ട്രോൺ, അപ്പോൾ 2 ഹൈഡ്രജൻ, ഓക്കെ, പ്ലസ് 2 OH ആയിട്ട് മാറുന്നു. ക്ലിയർ? ഇവിടെ H2O എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഗീവ്സ് OH മൈനസ് പ്ലസ് 1 ഇലക്ട്രോൺ. ക്ലിയർ? ഈ 2 ഇലക്ട്രോൺ സോറി, ഇറ്റ് ഈസ് ഹൈഡ്രജൻ. H2O gives OH minus plus H plus. Okay, H plus. So hydrogen ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ 2 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് 2 OHഉം 2 ഹൈഡ്രജനും വേണം ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ. ക്ലിയർ? അപ്പോൾ 2 H2O വേണം. അത്രേ ഉള്ളൂ. എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? ഓക്കെ. ബാലൻസിങ് നമ്മളിവിടെ പറയുന്നില്ല. മറ്റൊരു വീഡിയോയിൽ നമ്മൾ ബാലൻസിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ പിന്നീട് പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. 2K gives 2K plus 2 electrons. അത് മനസ്സിലായോ? എന്താ അതിൻ്റെ അർത്ഥം? K gives K plus 1 electron. അപ്പോൾ 2K ആണെങ്കിൽ 2K plus 2 ഇലക്ട്രോൺ. ഇത് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്ന റിയാക്ഷൻ 1. ക്ലിയർ? ഇനി 2 ഇലക്ട്രോൺ, ആ 2 ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് H2O എന്തായിട്ട് മാറും? 2OH plus H2. ക്ലിയർ? ഇത് രണ്ടാമത്തെ റിയാക്ഷൻ. എന്താണ്? സാറിനോട് പറയാം. K പ്ലസും 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു. 2K. ഈ 2 ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് വാട്ടർ 2OHഉം H2 ആയിട്ട് മാറും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, നമ്മളിത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ? കൂട്ടാൻ പോവുക. ക്ലിയർ? നോക്കിക്കോളൂ. കൂട്ടുമ്പോൾ ഇതേ പ്ലസ് ഇത് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാവരെയും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. എൻ്റെ അത് ഇവിടെ എഴുതുക. റൈറ്റ് സൈഡിലുള്ള എല്ലാവരെയും തമ്മിൽ കൂട്ടുക. എൻ്റെ അത് ഇവിടെ താഴെ എഴുതുക. ക്ലിയർ? നോക്കിക്കോളൂ.
2k+, ഇതും 2 ഇലക്ട്രോൺസ് താഴെയുള്ളത് തമ്മിൽ കൂട്ടി, ഗീവ്സ് മുകളിലുള്ളത് 2k+, + 2 ഇലക്ട്രോൺസ് പ്ലസ് 2OH + H2. ഈ ഗീവ്സിന്റെ അപ്പുറവും ഇപ്പുറവും എന്താണ് 2 ഇലക്ട്രോൺ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയേ, കണ്ടോ? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണ്, ക്യാൻസൽ ചെയ്ത് കളയാ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് എഴുതാം. ബാക്കി എന്തൊക്കെയുണ്ട് നോക്കിയേ, 2k + 2H2 ക്ലിയർ gives 2k + 2OH + H2 ക്ലിയർ. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ. ഓർമ്മയുണ്ടോ? ക്ലിയർ. ഇനി വീണ്ടും 2k + 2H2O gives ഇത് രണ്ടും കൂടി ചേർന്ന് k പ്ലസും OH മൈനസും ചേർന്ന് എന്തായിട്ട് മാറും, KOH ക്ലിയർ. ഇവിടെ 2 ഉണ്ട്, ഇത് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഒരു 2 ഇടണം. ക്ലിയർ. 2KOH + H2 ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ക്ലിയർ. ഒന്നുകൂടി പറയാം. 2k 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ആ 2 ഇലക്ട്രോൺ 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ സ്വീകരിക്കുന്നു, OHും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. നമ്മൾ ലെഫ്റ്റ് സൈഡ് കൂട്ടുന്നു, റൈറ്റ് സൈഡ് കൂട്ടുന്നു, ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്യുന്നു, ബാക്കിയുള്ളത് എടുത്ത് എഴുതുന്നു. ഇവിടെ k പ്ലസും OHും ചേർന്ന് KOH ഉണ്ടാവും. അപ്പോൾ എന്താ പ്രൊഡക്റ്റ്? പൊട്ടാസ്യം റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ക്ലിയർ. നമുക്ക് എങ്ങനെ പറയാം? പൊട്ടാസ്യം റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം പൊട്ടാസ്യം മെറ്റൽ. പൊട്ടാസ്യം ഇസ് എ മെറ്റൽ. വാട്ടർ ടു ഫോം എന്താണ് ഉണ്ടാവുന്നത്? മോള് നോക്കൂ, KOH + H2. ദാറ്റ് മീൻസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ്. OHനെ നമ്മൾ എന്താ വിളിക്കുക? ഹൈഡ്രോക്സൈഡ് എന്നാണ് വിളിക്കുക. മെറ്റൽ, പൊട്ടാസ്യം ഇസ് എ മെറ്റൽ, ഒരു ലോഹമാണ്. റിയാക്ട് വിത്ത് വാട്ടർ, വെള്ളവുമായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ പേരെന്താ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതുപോലെ മെറ്റൽ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. പക്ഷെ എല്ലാവരും മെറ്റൽ ഹൈഡ്രോക്സൈഡ് അല്ല. മഗ്നീഷ്യം മെറ്റൽ ഓക്സൈഡ് ഉണ്ടാക്കും, സിങ്കും മെറ്റൽ ഓക്സൈഡ് ഉണ്ടാക്കും, അതുപോലെ തന്നെ അയണും മെറ്റൽ ഓക്സൈഡ് ഉണ്ടാക്കും. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും എന്ന് പറയാം. എങ്കിലും മെറ്റൽ ഓക്സൈഡ് കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഓർ ഓക്സൈഡ്സ്. ഹൈഡ്രോക്സൈഡ് മീൻസ് OH. This is hydroxide. Clear? So, look at this figure. ഈ പിക്ചറിലേക്ക് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് സോഡിയം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടേക്കാണ്. അപ്പോൾ സോഡിയം ഇങ്ങനെ ഓടി നടന്നൊന്നും കത്തില്ല. നേരത്തെ പൊട്ടാസ്യം പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്റ്റീവായിട്ട് എന്ത് ചെയ്യില്ല, സോഡിയം കത്തില്ല. പക്ഷെ സോഡിയം ഇങ്ങനെ ഓടി ഈ സൈഡിൽ വരും. കണ്ടോ? അപ്പോൾ സോഡിയം പൊട്ടാസ്യത്തിന്റെ അത്ര റിയാക്റ്റീവ് അല്ല, എന്നാൽ റിയാക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഫിനോപ്റ്റൽ ഇട്ടിട്ടുണ്ട്, അതാണ് പിങ്ക് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ഇവിടെ ഉണ്ടാവുന്നു എന്നാണ്. മനസ്സിലായോ? നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ സോഡിയം റിയാക്ട് വിത്ത് H2O ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് + H2. വെരി സിമ്പിൾ. പൊട്ടാസ്യം പോലെ തന്നെ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ക്ലിയർ? ബട്ട് ഇൻ കേസ് ഓഫ് മഗ്നീഷ്യം, this is sodium hydroxide. In case of magnesium, react with water to form not magnesium hydroxide. Magnesium hydroxide അല്ല ഉണ്ടാക്കുക. കോൾഡ് വാട്ടർ ആയിട്ട് മഗ്നീഷ്യം അങ്ങനെ പ്രവർത്തിക്കില്ല. ഹോട്ട് വാട്ടർ, ചൂടുള്ള വെള്ളമായിട്ട് പ്രവർത്തിക്കുള്ളൂ. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് മഗ്നീഷ്യം ഓക്സൈഡ്. എന്താ ഉണ്ടാവുക? മഗ്നീഷ്യം ഓക്സൈഡ്, നോട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ? ദിസ് magnesium oxide. So please note, this is magnesium oxide, not hydroxide. But in case of sodium and potassium, it is sodium hydroxide. Clear? Okay, നമുക്ക് പഠിച്ച വിവരങ്ങൾ ഒരു ടേബിളൈസ് ചെയ്യാം. മെറ്റൽ, ഇപ്പോൾ നമ്മൾ അതിന്റെ റിയാക്ഷൻ, പിന്നെ ഇവിടെ നമ്മൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, ആരാണ് ആദ്യം ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത്, പിന്നെ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ. ഇത് ഫസ്റ്റ് മെറ്റല് പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ റിയാക്ഷൻ പറയുകയാണെങ്കിൽ വയലന്റ് റിയാക്ഷൻ വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത വെള്ളത്തിൽ തന്നെ ഓടി കത്തും. ഫ്ലോട്ട്സ് ആൻഡ് ക്യാച്ചസ് ഫയർ, പൊന്തിക്കിടന്ന് തീ പിടിക്കും. ഓർഡർ ഓഫ് റിയാക്റ്റീവ് ഫസ്റ്റ് മോസ്റ്റ് റിയാക്റ്റീവ്. നമ്മൾ ആൽക്കലി മെറ്റൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? പൊട്ടാസ്യമാണ്.
മനസ്സിലായോ? സോഡിയത്തേക്കാളും. കാരണം സോഡിയത്തിന് താഴെയാണ് പൊട്ടാസ്യം. അതിന് അയോണൈസേഷൻ എനർജി കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ പൊട്ടാസ്യമാണ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. നന്നായി കത്തി ഓടിയിടുന്ന് കത്തി റിയാക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതാണ് പിക്ചറിൽ. പ്രോഡക്റ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മളെങ്ങനെ സൂചിപ്പിക്കും? KOH. ഓക്കെ, ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. പൊട്ടാസ്യം വയലന്റ് റിയാക്ഷൻ, മോസ്റ്റ് റിയാക്റ്റീവ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതാണ് പോയിന്റ്. ഓക്കെ, അടുത്തത് സോഡിയം. സോഡിയം വെരി വൈഗ്രസ് റിയാക്ഷൻ വിത്ത് കോൾഡ് വാട്ടർ. നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പം തന്നെ ഇടുമ്പോൾ തന്നെ എന്താണ് അത് അലിഞ്ഞു ചേരുന്നതായിട്ട് നമുക്ക് കാണാം. ഫ്ലോട്ട്സ് മുകളിൽ പൊന്തി കിടക്കും, ഇടുമ്പോൾ താഴേക്ക് പോരും. ആൻഡ് സെക്കൻഡ് റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പറയുകയാണെങ്കിൽ പൊട്ടാസ്യം കഴിഞ്ഞിട്ടാണ് സോഡിയം പ്രവർത്തിക്കുക. പൊട്ടാസ്യത്തിന്റെ അത്രയില്ല. പൊട്ടാസ്യത്തെ പോലെ സോഡിയം എന്തുണ്ടാക്കുന്നു? ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അടുത്തത് കാൽസ്യം. കാൽസ്യം ലെസ് വൈഗ്രസ് വിത്ത് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ തണുത്ത വെള്ളത്തുമായിട്ട് അങ്ങനെ അത്ര വേഗത്തിൽ എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല, എന്നാലും പ്രവർത്തിക്കും. അപ്പോൾ സോഡിയം കഴിഞ്ഞ മൂന്നാമത്തെ സ്ഥാനമാണ് കാൽസ്യത്തിനുള്ളത്. ഇവിടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ടോയ്സ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ക്ലിയർ? അടുത്ത നമ്മൾ ലോഹം എടുക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം വെരി സ്ലോ വിത്ത് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ തണുത്ത വെള്ളവുമായിട്ട് സ്ലോ ആണ്, പക്ഷേ വൈഗ്രസ് വിത്ത് സ്റ്റീം നമ്മൾ നീരാവിയുമായിട്ട് വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കും. അതായത് ചൂടുള്ള വെള്ളവുമായിട്ട് നന്നായിട്ട് ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് വെരി ഫാസ്റ്റ്, ബട്ട് കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ഷൻ കുറവാണ്. ഫോർത്ത് പ്ലേസ് ആണ് നമ്മൾ മഗ്നീഷ്യത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ 4 പേരിൽ 4ാമത്തെ സ്ഥാനം. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ല ഉണ്ടാവുന്നത്, ശ്രദ്ധിക്കണം. മഗ്നീഷ്യം ഓക്സൈഡ് MgO ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ക്ലിയർ? ഓക്കെ, അടുത്ത ആളാണ് സിങ്ക്. സിങ്ക് ക്വൈറ്റ് സ്ലോ വിത്ത് സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീരാവിയാണ്, തിളച്ച വെള്ളമാണ്. അപ്പോൾ അതുമായിട്ട് സാവധാനം പ്രവർത്തിക്കുന്നു. 5ാമത്തെ സ്ഥാനമാണ് നമുക്ക് സിങ്കിന് കൊടുക്കാൻ സാധിക്കും. പ്രൊഡക്റ്റ് സിങ്ക് ഓക്സൈഡ് ZnO ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇനി അടുത്ത ആള് അയൺ, ഇരുമ്പ് പ്രവർത്തിക്കില്ല തണുത്ത വെള്ളമായിട്ട്. എന്നാൽ നല്ല ചൂടുള്ള നല്ല നീരാവിയാണെങ്കിൽ ഇരുമ്പ് പ്രവർത്തിക്കും. സ്ലോ വിത്ത് സ്റ്റീം, അപ്പോഴും സ്ലോ റിയാക്ഷൻ ആണ്. 6ാമത്തെ സ്ഥാനമാണ് ഇരുമ്പിന്റെ ഓക്സൈഡ് അയൺ ഓക്സൈഡ് Fe2O3 ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. അടുത്തത് കോപ്പറാണ്. കോപ്പറിനെ കുറിച്ച് പറയുമ്പോൾ നോ റിയാക്ഷൻ, 7th പ്ലേസ്. ക്ലിയർ? എന്താണ് പറയുന്നത്? കോപ്പർ നോ റിയാക്ഷൻ, 7th പ്ലേസ് ആണ്. ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. നന്നായിട്ട് ഏറ്റവും കുറവിൽ പ്രവർത്തിക്കുന്ന ആളാണ് ആര്? കോപ്പർ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ കോപ്പറിന്റെ ചെമ്പും മറ്റൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ അല്ലേ? വെള്ളമൊക്കെ എടുത്തു വെക്കാം, ഒരു കുഴപ്പം സംഭവിക്കില്ല. സോ നമുക്കതിൻ്റെ ഓർഡർ നോക്കാം എങ്ങനെയാണ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്താണ്? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആദ്യം ആരാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് സൂചിപ്പിച്ച പൊട്ടാസ്യം ഫസ്റ്റ്, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, അയൺ, then copper. Clear? The first 3 in the table above produce hydroxides and the rest, if they react, produce oxides. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവർ 3 പേര് പ്രൊഡ്യൂസ് ഹൈഡ്രോക്സൈഡ്സ്, ബാക്കിയുള്ളവർ ഈ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ഓക്സൈഡ്സ്. ക്ലിയർ? നമ്മൾ കോപ്പർ ആണെങ്കിൽ കുറേ നേരമൊക്കെ നമ്മൾ കത്തിക്കുകയാണെങ്കിലും കറുത്ത പൊടിയാണ് എൻ്റെ മീതെ വരെ. മനസ്സിലായോ? നമ്മൾ എന്തോരം നേരം വെള്ളത്തിലിട്ടാലും കോപ്പർ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ചെമ്പ് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാം വീട്ടിൽ. അപ്പോൾ ഈ ഓർഡർ നിങ്ങൾ പഠിക്കണം. ആദ്യം K, then സോഡിയം, then കാൽസ്യം, then മഗ്നീഷ്യം, then സിങ്ക്, then അയൺ, then കോപ്പർ. ക്ലിയർ? കോപ്പർ, സിൽവർ, ടിൻ, ഗോൾഡ്, ലെഡ്, പ്ലാറ്റിനിയം ഈ ലോഹങ്ങൾ ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. വെള്ളവുമായിട്ട് പ്രവർത്തിക്കില്ല. So note the point. Do not react with water. Copper, silver, tin, gold, lead, platinum.
അതുകൊണ്ടായിരിക്കും നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഗോൾഡും അതുപോലെ സിൽവറൊക്കെ ഉപയോഗിക്കണം. കണ്ടോ, വെള്ളമായിട്ട് പ്രവർത്തിക്കില്ല. ഹൈഡ്രജൻ ഗ്യാസ് നൽകില്ല. ക്ലിയർ? ഓക്കെ. സോ വാട്ട് യു ലേൺ? നിങ്ങൾ എന്താണ് പഠിച്ചത്? എന്താണ് പഠിച്ചത്? നിങ്ങൾ പഠിച്ചു മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുക. പക്ഷെ ചില കേസുകളിൽ ഇന്നും കൂടി ഉണ്ടാവും മെറ്റൽ ഓക്സൈഡ്സും ഉണ്ടാവും പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ക്ലിയർ? പിന്നെ നിങ്ങൾ ഓർഡർ പഠിച്ചു. ഓർഡർ എന്തൊക്കെയാണ്? പൊട്ടാസ്യം, ദെൻ സോഡിയം, ദെൻ കാൽസ്യം, ദെൻ മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ. എന്നിട്ട് നോട്ട് ദ പോയിന്റ്, കോപ്പർ do not react with water. Iron react only steam. അയൺ എന്തുമായിട്ട് പ്രവർത്തിക്കുള്ളൂ? അയൺ നീരാവിയിലാണ് പ്രവർത്തിക്കുക. മനസ്സിലായോ? പിന്നെ ആദ്യത്തെ 3 അതുവരെ എന്തുണ്ടാക്കുന്നു? ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നു. പിന്നീടുള്ളവർ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാക്കുക? ഓക്സൈഡ്സ് ആണ് ഉണ്ടാക്കുക. ക്ലിയർ? ഓക്കെ. മഗ്നീഷ്യം ചൂടുവെള്ളത്തിലാണ് എന്തുണ്ടാക്കുക? നന്നായിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് വീഡിയോ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. സോ നിങ്ങൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.